കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു. പെണ്ണ് ബൈക്ക് ഓടിക്കണേ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്ന് നിർത്തി. അത്തരം വിട്ടുവീഴ്ചകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നതും മറുപടികളൊക്കെ നമ്മളേതാണ്. പക്ഷെ അത്തരത്തിലുള്ള അപ്രോച്ചിങ് ഉണ്ടായിട്ടുണ്ടോ ഇൻഡസ്ട്രിക്കകത്തുനിന്ന്? അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ആയിട്ടുണ്ട്. അതെ, കൊടുത്ത മറുപടി എന്തായിരുന്നു? ഒരു ഫോട്ടോ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തപ്പോൾ അന്നത്തെ 1.8 മില്യൺ വ്യൂസ് വന്നു ആ ഫോട്ടോയിൽ. അപ്പൊ എനിക്ക് കുറച്ചൊരു കിക്ക് കിട്ടിയത് ഓക്കെ സംതിങ് ഇസ് ദേർ, എനിക്ക് എന്തെങ്കിലും എന്താ ആലോചിക്കണം. ഈ ഭാഗ്യം കൂടി വേണം അങ്ങനെ കരുതുന്നുണ്ടോ? 50% ഹാർഡ് വർക്ക് ആണെങ്കിൽ 50% ലക്ക് ഭാഗ്യം വേണം. അല്ല, ഷോ റിയൽ ആയിട്ട് അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല. ജാസ്മിന്റെ അച്ഛൻ വിളിച്ചു, പിന്നെ ജാസ്മിൻക്ക് അറിയാൻ തുടങ്ങി ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് മീഡിയയിൽ പറയാൻ തുടങ്ങി, അവിടെ ബേക്കറിയിൽ വെച്ച് കണ്ടു. ഒരു ജെന്യൂൻ ആയിട്ട് കാണുന്നില്ല. അത് റിയാലിറ്റി ഷോ ഷുഡ് ബി ലുക്ക് ലൈക്ക് എ റിയൽ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കുറച്ച് കുറവാണ്. ഹലോ എവരിവൺ, യു ആർ വാച്ചിങ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് മാക്സ് ആൻഡ് ഹാവ് യുവർ പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് അങ്ങനെ പറയിൽ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് കൂടെ ചേരുന്നത് ആരാ? അനീഷ നായ. യെസ്. സോ തീർച്ചയായിട്ടും ഡാൻസറായിട്ടും റൈഡറായിട്ടും മോഡലായിട്ടും അങ്ങനെ കുറേയേറെ കാര്യങ്ങളിലൂടെ നമുക്കൊക്കെ സുപരിചിതയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് സ്വാഭാവികമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ പാർട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അനീഷ സീനാക്കി പോയോ അല്ലെങ്കിൽ ഉടക്കി പോയോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കും. ഒരു രീതിയിലും ഇല്ല. അനീഷയെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നില്ല. അത് ആക്ച്വലി അനീഷയ്ക്ക് കൊടുത്തിരുന്നൊരു ടാസ്ക് ആയിരുന്നു. അത് ഭയങ്കര കിടലായിട്ട് ചെയ്തു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എത്രത്തോളം. ഞാൻ തന്നെ പേടിച്ചു ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ ആ ടാസ്ക് ഭയങ്കര കിടലായിട്ട് ചെയ്തതായിരുന്നു. അനീഷയ്ക്ക് ഒരു പ്രശ്നമില്ല. അനീഷ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കൂടുന്നുണ്ട് അല്ലേ? സോ ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്. തീർച്ചയായിട്ടും അനീഷ സ്വാഭാവികമായിട്ട് മോഡലിംഗ് രംഗത്തിലൂടെ സജീവമായിട്ടുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുന്ന സ്വാഭാവികമായിട്ട് സിനിമയിലോട്ടാണ് അല്ലേ? ഈ പലപ്പോഴും പല രീതിയിലേക്കുള്ള നമ്മുടെ സ്കില്ലിന്, കഴിവിനെ, ഇപ്പോൾ മോഡലിംഗ് ആണെങ്കിലും ഡാൻസിങ് ഇപ്പോൾ ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ എപ്പോഴും ഗുണം ചെയ്യും. അതേ സമയം തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇതൊരു തടസ്സമായിട്ട് മാറും ചെയ്യാറുണ്ട് അല്ലെ ഇൻഡസ്ട്രിക്കകത്ത്. ഒരു മോഡലിംഗ് ട്രാക്കിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ ഒരു പോസിറ്റീവ് എന്നതിൻ്റെ ഒപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു ബ്ലോക്ക് വരാറുണ്ട്. അപ്പം ഞാനൊരു മോഡലാണ്, അപ്പോൾ ഒരു ആക്ട്രസ് ആയിട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളില്ല എന്നുള്ളൊരു പേടി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ബ്ലോക്കായിട്ട് ഫീൽ ആയിട്ടില്ല. ബട്ട് യെസ്, ഫാമിലി പൂനെയിൽ സെറ്റിൽഡാ. ഞാൻ അവിടെ തന്നെ ജനിച്ചു വളർന്ന കാരണം അവിടെ സ്റ്റേ ആവുന്ന കാരണം അതും ഒരു ബ്ലോക്കാ. പെട്ടെന്ന് ഇപ്പൊ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഷൂട്ടിന് വേണമെങ്കിൽ എനിക്ക് വരാൻ പറ്റാത്ത കാരണം അപ്പൊ അങ്ങനെയൊക്കെ ബ്ലോക്ക് ഉണ്ട്. അല്ലാതെ ഫാമിലിയില് ഇല്ല. ബൈക്ക് റൈഡിങ്ങിൽ എനിക്ക് കുറച്ച് ഈയിടെ പ്രോബ്ലം ഉണ്ടെന്ന്. ഞാൻ മാരീഡാ. അപ്പോ അത് കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു. പെണ്ണ് ബൈക്ക് ഓടിക്കണേ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്ന് നിർത്തി. പിന്നെ ഹസ്ബൻഡും ഫാമിലിയും ചോദിച്ചു ബൈക്ക് ഓടിക്കുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു. കല്യാണം കഴിച്ചിട്ട് ഇതിന് ആക്ഷൻ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ അപ്പൊ ഞാൻ കുറച്ച് 2 വർഷത്തേക്ക് നിർത്തി തന്നു വണ്ടി. പിന്നെ എന്തായാലും വണ്ടി ഓടിക്കാതെ കാരണം ഇഷ്യൂ നടക്കണമെന്ന് ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് ബൈക്ക് ഓടിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ടാക്കി. കല്യാണം കഴിച്ച സ്ത്രീകൾ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ആവുന്നത് എങ്ങനെയാണ്? അത് അവർക്ക് ഇഷ്ടമല്ലായിരിക്കും. തിരിച്ചു ചോദിച്ചായിരുന്നു? ഇല്ല, എനിക്ക് ഹസ്ബൻഡ് ത്രൂ ഈ അപ്ഡേറ്റ് കിട്ടിയത്. അപ്പൊ പിന്നെ എനിക്ക് ചോദിക്കാൻ അങ്ങോട്ട് കിട്ടി. ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇല്ല. ഇപ്പോ മോഡലിംഗ് രീതിയിലേക്ക് വരുമ്പോൾ എപ്പോഴും പലപ്പോഴും ഇതൊരു പാഷനായിട്ട് ഇഷ്ടത്തോടു കൂടി വരുന്നവരാണ്. പലപ്പോഴും ഇതിന്റെ രീതികളോ ഇതെങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഒരു തുടക്കക്കാരിക്ക് അറിയണ്ടായിരിക്കില്ല. നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സും പ്ലസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ തുടക്ക കാലഘട്ടത്തിൽ ഇപ്പൊ എത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നു. തുടക്കകാലം എത്രത്തോളം സ്മൂത്ത് ആയിരുന്നു മോഡലിംഗിലോട്ട് വരുമ്പോൾ? ഇല്ല, ഞാൻ മോഡലിംഗിന്റെ പ്ലാനേ അല്ലായിരുന്നു. അപ്പൊ 2000 എന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ, എന്റെ വെയിറ്റ് ലോസിന്റെ കാരണം എനിക്ക് കോൾ വരാൻ തുടങ്ങി മോഡലിംഗിന് വേണ്ടി. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമൊന്നുമില്ല ഇന്നത്തെ. പിന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ ഞാൻ അതുകൊണ്ട് പ്ലാനേ അല്ലെന്നു. പിന്നെ അന്നാലും അവർ പറഞ്ഞു ഗ്രൂമിങ് സെഷൻ ഉണ്ട്, ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ബോഡി ബ്യൂട്ടിഫുൾ ഡേ അവാർഡും കിട്ടി. അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ ഒരു ഫോട്ടോ ഞാൻ അന്നത്തെ വെറുതെ ഒന്ന് പോസ്റ്റ് ചെയ്തു. എൻ്റെ ഷോ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഐ ഗോട്ട് ദി എക്സ്പീരിയൻസ്, ഐ എം ഡൺ, ഐ എം ഹാപ്പി. ഒരു ഫോട്ടോ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തപ്പോൾ അന്നത്തെ 1.8 മില്യൺ വ്യൂസ് വന്നു ആ ഫോട്ടോയിൽ. അപ്പൊ എനിക്ക് കുറച്ചൊരു
ഒരു കിക്ക് കിട്ടിയത്. ഓക്കെ, സംതിങ് ഇസ് ദർ, എനിക്ക് എന്തെങ്കിലും എന്താ തന്നെ ആലോചിക്കണം. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഷോ സ്റ്റോപ്പറായിട്ട് ഞാൻ പൂനെയിൽ ഞാൻ ഡിസൈനേഴ്സ്ക്ക് വേണ്ടി വാക്ക് ചെയ്യാൻ തുടങ്ങി. ആ, അങ്ങനെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തപ്പോൾ പിന്നെ എൻ്റെ ബൈക്ക് റൈഡിങ്, എൻ്റെ ഹോഴ്സ് റൈഡിങ്ങും ഇതെല്ലാം പുറത്ത് വന്നപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഇന്നത്തെ ഫീൽഡിൽ ഒരു ആക്ടിങ്ങും ഡാൻസിങ്ങിലും ഒക്കെ തിരിച്ചു വരണമെന്ന് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു. അത് അതിനൊരു കാരണമായി എന്നുള്ളത്. യെസ്, അതൊരു ട്വിസ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങളോട് പോയി ഡാൻസറാണ്, റൈഡറാണ്, മോഡലാണ്, ഇതൊക്കെ പറയുമ്പോൾ പോലും ഇത്ര കാര്യങ്ങൾ സജീവമാണെങ്കിൽ പോലും എവിടേക്കോ ഇപ്പോഴും അനീഷ ഒരു കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? ആ, അങ്ങനെ പറയാം. ബിക്കോസ് അച്ചീവ്മെന്റ്, ദർ ഈസ് മെനി മോർ തിങ്സ് ടു ഗോ, മെനി മോർ തിങ്സ് ടു കം. ഒബ്വിയസ്ലി നമ്മൾ എത്ര ചെയ്താലും നമുക്കൊരു അതൊരു ഇൻഫിനിറ്റിയാണ്. നമുക്ക് എത്ര ചെയ്താലും നമുക്ക് ഇനിയും വേണം എന്ന ആഗ്രഹം ഉണ്ടാവും തന്നെ. ഐ തിങ്ക് എവറി ഏജ്, ഏത് ഏജ് വരെ നമ്മൾ എത്തുവാണെങ്കിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടാനോ പഠിക്കാനോ ഒക്കെ ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് നോട്ട് ബീങ് സാറ്റിസ്ഫൈഡ് ഈസ് ഓൾവേസ് എ പുഷ് ഫോർ യുവർ സെൽഫ്, ഫോർ യുവർ ഫ്യൂച്ചർ. ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അതെ, ഈ പോസിറ്റീവായിട്ട് പറയുമ്പോൾ പോലും ആ ചിരിയിൽ എവിടെയോ ഈ സ്കില്ലിനൊപ്പം തന്നെ, നമ്മുടെ കഴിവിനൊപ്പം തന്നെ ഈ ഭാഗ്യം കൂടി വേണം, അങ്ങനെ കരുതുന്നുണ്ടോ? 50% ഹാർഡ് വർക്ക് ആണെങ്കിൽ 50% ലക്ക്, ഭാഗ്യം വേണം. എങ്കിൽ പലപ്പോഴും പല പ്രൊജക്റ്റുകളും നമ്മളോട് സംസാരിച്ച് നമ്മുടെ കൈനരികിൽ എത്തിയിട്ട് നമുക്കറിയാത്ത കാരണങ്ങളാൽ നമുക്കൊരു മറുപടികളില്ലാതെ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? അതെ, ഉണ്ട്, ഒത്തിരി ഉണ്ട്. ചോദിച്ചിട്ടുണ്ടോ തിരിച്ച് ചോദിച്ചിട്ടുമുണ്ട്. ഇതിന് മുമ്പ്, മോഡലിങ്ങിന് മുമ്പും ഞാൻ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ ഞാൻ 22 years ജോലി ചെയ്തു. ഞാൻ ചെറിയ പ്രായത്തൊട്ട് ജോലി ചെയ്ത കാരണം ഐ ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. കയ്യിൽ നിന്ന് പറഞ്ഞ് എത്തിയിട്ട് കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഒത്തിരി പോയിട്ടുണ്ട്. പിന്നെ ഇത് മോഡലിങ്ങും പിന്നെ റിയാലിറ്റി ഷോ ഒക്കെ ഇങ്ങനെ ആവുകയാണെങ്കിൽ ഇറ്റ്സ് നത്തിങ് ന്യൂ ഫോർ മീ. ഞാനിത് പോസിറ്റീവായിട്ട് ഇതിനെ പുഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രൊജക്ട് ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള ഒരു പ്രൊജക്ട് ഏതായിരുന്നു? ഐ തിങ്ക് ഫാമിലിക്ക് വേണ്ടി ജർമ്മനിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ക്യാൻസൽ ചെയ്തു. അതൊരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഈ എനിക്ക് ഡാൻസിന്റെ ഓഡീഷൻ കൊടുത്തിട്ട് സെലക്ഷൻ ആയപ്പോൾ അത് ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ യെസ്. ഓക്കെ. പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ സംസാരത്തിൽ തുറന്ന് സമ്മതിച്ച കാര്യമാണ് ഈ കഴിവ് എന്നതിൻ്റെ ഒപ്പം തന്നെ ഭാഗ്യം കൂടി വേണം എന്നുള്ളത്. ഇത് രണ്ടിനപ്പുറം നമുക്ക് അവസരങ്ങൾ കിട്ടാതെ ആകുമ്പോൾ പലപ്പോഴും പല രീതിയിലേക്കുള്ള അപ്രോച്ച്മെന്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. പല രീതിയിലേക്ക് അത്തരം വിട്ടുവീഴ്ചകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നതും മറുപടികളൊക്കെ നമ്മളേതാണ്. പക്ഷെ അത്തരത്തിലുള്ള അപ്രോച്ചിങ് ഉണ്ടായിട്ടുണ്ടോ ഇൻഡസ്ട്രിക്കകത്തുനിന്ന്? അങ്ങനെ 1-2 പ്രാവശ്യം ആയിട്ടുണ്ട്. അതെ, യെസ്. കൊടുത്ത മറുപടി എന്തായിരുന്നു? നോക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ഉണ്ടാക്കി. എന്താ എന്തിനെങ്കിലും എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് കോൺവെർസേഷൻ വന്നത്. അപ്പൊ പിന്നെ ഓബ്വിയസ്ലി നമുക്ക് എന്ത് പറയണമെന്ന് ഡയറക്ട്ലി റൂഡായിട്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പറഞ്ഞു ശരി, ഞാൻ തിരിച്ച് കോൺടാക്ട് ചെയ്യാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് അവസാനം ഞാൻ പേടിച്ചു പോയിരുന്നു ആ സമയത്ത്. നോട്ട് പേടിച്ചു പോകുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ബി റൂഡ് ആൻഡ് മെസ് ഇറ്റ് അപ്പ്. നമുക്ക് ഫ്യൂച്ചറും നോക്കണ്ടേ. നമുക്ക് എല്ലാം ഇവിടെ ഓരോ സമയത്തൊന്ന് മെസ്സാക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ഫ്യൂച്ചറും കാര്യങ്ങളും നോക്കണം. പക്ഷെ നമുക്ക് അത് തെറ്റിലും ഒന്നും പോകാതിരിക്കാൻ വേണ്ടി അപ്പൊ ഞാനൊരു കാമായിട്ട് അത് ഞാൻ ഡൗൺ ചെയ്യും, ഡീൽ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാൻ യെസ് അങ്ങനെ ആവാറുണ്ട്. ഇതിന്റെ പാർട്ടാണ് എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഐ മീൻ ഇത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ, അതിനപ്പുറത്തേക്കുള്ള അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്, ഇത് പലപ്പോഴും ചോദ്യങ്ങൾ കൂടി വരുന്നത് ഇതിന് മുമ്പ് ചോദ്യങ്ങൾ കേട്ടവർ വേണ്ട രീതിയിൽ പ്രതികരിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ അഭിപ്രായം? ഇല്ല, അങ്ങനെയൊന്നും ഫീൽ ആയിട്ടില്ല. ഇല്ല. സിനിമയുടെ ഒരു ട്രാക്ക്, ഒരു താല്പര്യം, ഒരു അഭിനേത്രി ആവണം എന്നുള്ള ആഗ്രഹം ഇതിൽ എവിടെ മുതലാണ് തുടങ്ങിയത്? അപ്പോൾ ഐ തിങ്ക് ലാസ്റ്റ് ഇയർ മോഡലിംഗിൽ കയറിയപ്പോൾ തൊട്ട് ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഒരു ആക്ടിങ്ങിൻ്റെ എന്താ. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ്, ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊരു വില്ലത്തിയായിട്ട് റോൾ ചെയ്യാൻ എനിക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റഡ്. അങ്ങനെ അപ്പൊ ഇപ്പൊ ഞാൻ റീസെന്റ് ഓഡിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറുടെ ഒക്കെ ഓഡിഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ അറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു റോൾ, അങ്ങനത്തെ ഒരു അട്ടയർ ചെയ്യാൻ ഒരു ഭയങ്കര താല്പര്യമുണ്ട്. എപ്പോഴും അനീഷ് മലയാളിയാണെങ്കിൽ കൂടി മുംബൈ, പൂനെയിലാണ് അല്ലെ സെറ്റിൽഡ് ആയിരിക്കുന്നത്. അപ്പോൾ എവിടേക്ക് ഒരു പാതി അല്ലെ മലയാളി എന്നുള്ള പദപ്രയോഗങ്ങളും വിശേഷങ്ങളും വന്നേക്കാം എന്നുള്ളത്. ഇത്തരത്തില് മലയാള സിനിമകളിലെ വേഷങ്ങൾ വരുമ്പോൾ
ഇത് കാറ്റഗറൈസ് ചെയ്യപ്പെടും എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇത്ര വേഷങ്ങൾക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജ്, ഭാഷ, ഇതൊക്കെ മലയാളം ക്യാരക്ടേഴ്സിന് കിട്ടാൻ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു പ്രശ്നം ഉണ്ടാക്കി. എന്തെങ്കിലും ഇപ്പൊ ഡബിങ് ഒക്കെ ചെയ്യുന്ന ഒരു ടെക്നോളജി അല്ല, അപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഉണ്ടാവും. ഐ തിങ്ക് ബോഡി ലാംഗ്വേജ്, യുവർ എക്സ്പ്രഷൻ മാറ്റേഴ്സ് ഓഡിഷനിൽ. ഐ തിങ്ക് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ അത്തരത്തില് ഞാനിപ്പോ ഭാഷയുടെ പരിമിതിയുടെ കാര്യത്തിൽ മാത്രമല്ല പറഞ്ഞത്, ഭാഷയുടെ കാര്യത്തിൽ ഇപ്പൊ നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട്. അത് ഞാനിപ്പോ ഒരു 2 വർഷമായല്ലോ ഞാൻ പഠിച്ചത് ഇത്രയും സംസാരിക്കാനില്ല. 2 മുമ്പ് വേണ്ട മലയാളം അത്ര ഇല്ലായിരുന്നു. ഓക്കെ, അപ്പിയറൻസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത്തരം പരിമിതികൾ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ തോന്നായിട്ടുണ്ടോ? ഇപ്പൊ ഒരു നാടൻ വേഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു മേക്ക് ഓവറിൽ ഞാൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അത്തരത്തിൽ വന്ന് ഒരു മലയാളത്തിലേക്ക് ഏത് തരത്തിലൊരു വേഷത്തിലൂടെ തുടങ്ങി വെക്കണം എന്നാണ് ആഗ്രഹം. നമുക്ക് എപ്പോഴും ഉണ്ടാവില്ലേ, ഒരു ഫസ്റ്റ് മൂവി ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു വേഷം ചെയ്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് എൻ്റെതായിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഏതൊരു കലാകാരിക്കും തോന്നുന്നൊരു കാര്യം. അത്തരത്തില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു ആക്ടേഴ്സോ? അല്ല, ഏതെങ്കിലും ഒരു വേഷം ഇത് സെയിം ഒരു വില്ലത്തി ഇല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആയിട്ട് അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെ ഇടുന്ന ഒരു ആഗ്രഹമുണ്ട് ഫസ്റ്റ് മൂവിയിൽ തന്നെ. അങ്ങനെ തന്നെ ഞാനിപ്പോ റീസെന്റ് ഓഡിഷൻ കൊടുത്തിട്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു മൂവിക്കാണ്. ഓക്കെ, എത്രത്തോളം ആക്ടിങ്ങിനെ പാഷനെ എന്നുള്ള രീതിയിലേക്ക് എപ്പോഴും കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞു, ഇതിനിടയ്ക്കുള്ള തടസ്സങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. പുതിയൊരാള് ഈ സിനിമ ഇഷ്ടപ്പെട്ട് സിനിമയ്ക്കകത്ത് എന്നുള്ള രീതിയിലേക്ക്, പ്രത്യേകിച്ച് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നെപ്പോ കിഡ് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ നെപ്പോട്ടിസം എന്നുള്ള രീതിയിലേക്ക് പറയും. ഈ അവസരങ്ങൾ തരുന്നു എന്ന് പറയുന്നു. സിനിമയിലോട്ട് വരണമെങ്കിൽ അവിടെ എപ്പോഴും ഒരു ഗോഡ് ഫാദർ ഉണ്ടാവണമെന്ന് അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ ടാലന്റ് ഓൾസോ മാറ്റർ. ഇറ്റ് ഗോസ് ബോത്ത് ദ വേസ്. പക്ഷെ അതുകൊണ്ട് എന്തൊക്കെ ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ ഐ തിങ്ക് നമുക്ക് വേഗം ഒരു പുഷ് കിട്ടും, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രഗിൾ ഒരു സമയമാകുമ്പോൾ ഒരു ലക്കിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് എനിക്ക് ഡിഫറൻസ് ഉള്ളത്. അത്തരത്തിൽ സിനിമ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഫഷൻ വേറെ നമുക്കൊപ്പം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. പലപ്പോഴും ഈ സിനിമയിൽ വന്നിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ, ഇല്ലെങ്കിൽ ഈ പേടി നിലനിൽപ്പ് ഉണ്ടായിരിക്കും എന്നുള്ള പേടി ശരിക്കും മറ്റേ കാര്യങ്ങളിൽ വിട്ടു നിൽക്കാൻ, അതായത് മുഴുവനായിട്ട് ഇതിലോട്ട് വരാൻ ഒരു തടസ്സമാണോ? അങ്ങനെ തോന്നിയിട്ട്? അങ്ങനെയൊന്നും ഇല്ല. ഞാൻ നാട്ടിൽ ഷിഫ്റ്റ് ആവാൻ റെഡിയാ. സോ അടുത്തൊരു സെഗ്മെന്റിലോട്ട് നമ്മൾ മെല്ലെ പോവാണ്. സോ സെഗ്മെന്റ് പേര് റേസ് യുവർ ഹാൻഡ്സ്. സോ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, ഒരു കാര്യം പറയും. അത് ആണെങ്കിൽ ശരിയാണെങ്കിൽ കൈവക്കണം. ഓക്കെ? ഇല്ലെങ്കിലോ? വേണ്ട. ഓക്കെ. സോ കുറേയേറെ ബിഗ് ബോസ് അല്ലെ പല ലാംഗ്വേജസിലുണ്ട്. മലയാളം ബിഗ് ബോസ് സക്സസ്ഫുൾ ആയിട്ടാണ് പോകുന്നത് എന്ന് തോന്നുന്നുണ്ടോ? ജെന്യൂൻ ആയിട്ട് പറഞ്ഞോ? അല്ല. ഓക്കെ, വൈ? എന്തെങ്കിലും അവരൊരു ഷോ റിയൽ ആയിട്ട് അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, റിയൽ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ റീസൺ? എന്തിനെങ്കിലും അത് ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പോ ജാസ്മിന്റെ അച്ഛൻ വിളിച്ചു, പിന്നെ ജാസ്മിൻ കരയാൻ തുടങ്ങി ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞ്, പിന്നെ പെട്ടെന്ന് മീഡിയയിൽ പറയാൻ തുടങ്ങി, അവിടെ ബേക്കറിയിൽ വെച്ച് കണ്ടു. അപ്പൊ ഇവരത് കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഇത് കാരണം അത് റിയൽ ആയിട്ട് ഫീൽ ആവുന്നില്ല, റിയാലിറ്റി ഷോ ആയിട്ട് ഫീൽ ആവുന്നില്ല. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ജാസ്മിൻ്റെ അവിടെ നിന്ന് കോൾ വന്നു വീട്ടിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ കേസ് പറഞ്ഞു. നമുക്ക് വന്ന ഇതിലെ എപ്പിസോഡിലെ എന്ത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ളത് കാണിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് നടക്കുമ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന ഒരു നീതികേടല്ലേ അത് ശരിക്കും? ഇപ്പം ആളുടെ അടുത്ത് അത് പറയുന്നു, അല്ലെങ്കിൽ ഒരു പരിഗണന കൊടുക്കുന്നു, ആ കൺസിഡറേഷൻ മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് റൂളിന് ശരിക്കും അഗെയിൻസ്റ്റ് അല്ലേ? റൂൾസിന് അഗെയിൻസ്റ്റ്. പക്ഷെ ഐ തിങ്ക് അതൊരു ഹെൽത്ത് ഇഷ്യൂ അതുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പൊ അതൊരു ജെന്യൂൻ റീസൺ അല്ലേ, അതുകൊണ്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിംപിൾ ബാലിന്റെ കൂടെ ആയിട്ടുണ്ടല്ലോ, അത് അച്ഛൻ മരിച്ചപ്പല്ലേ വിളിച്ചത് ഫാമിലി. അപ്പൊ ഐ തിങ്ക് അതൊരു ജെന്യൂൻ റീസൺ ആണെങ്കിൽ ഓക്കെ. അങ്ങനെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഇപ്പൊ ബിഗ് ബോസിനകത്തിരിക്കുന്ന സമയത്ത് പുറമേ നിന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് പ്രേക്ഷകർ, എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ലല്ലോ. ഇപ്പൊ ഇത്തരം കോളുകൾ വരുമ്പോ ഇത് കിട്ടില്ലല്ലോ ഐഡിയ, അങ്ങനെ വരില്ലേ? അങ്ങനെ വരാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് റോങ് ടു ദ അതർ കണ്ടസ്റ്റൻസ്. അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും ആ വ്യൂ വെച്ച് നോക്കുവാണെങ്കിൽ. പക്ഷെ ഐ തിങ്ക് അത് ഫുൾ സർക്കിൾ ആയിട്ട് പോയപ്പോ അച്ഛൻ ഇങ്ങനെയായെന്ന് പറഞ്ഞ അവളെ കരയുന്നു, നെഞ്ചിടിച്ച് കരഞ്ഞു കഴിഞ്ഞിട്ട് പുറത്ത് മീഡിയ പറയുന്നത് ആളുടെ അച്ഛനെ ബേക്കറിയിൽ വെച്ച് കണ്ടു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ലാലേട്ടൻ വന്ന് പറയുന്നത് അച്ഛനൊക്കെയാ. പിന്നെ ആള് ചോദിക്കുന്ന ഒരു ബ്ലോക്കേ ഉള്ളൂല്ലോ എന്ന് പറഞ്ഞ്, അത്
ഒരു ജെന്യൂൻ ആയിട്ട് കാണുന്നില്ല. റിയാലിറ്റി ഷോ ഷുഡ് ബി ലുക്ക് ലൈക്ക് എ റിയൽ. അപ്പല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു അത് കുറച്ച് കുറവാ. അപ്പൊ ഓക്കെ, ഈ ഷോയ്ക്കെതിരെ ഇപ്പൊ ഷോ കഴിഞ്ഞു കഴിഞ്ഞാലും പല രീതിയിലേക്ക് ഒപ്പീനിയൻസ് വരാറുണ്ട് അല്ലെ, കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് അവിടെ നടക്കാറുണ്ട്. ഈ ഷോ ശരിക്കും സ്ക്രിപ്റ്റ് ആണ് അല്ലെങ്കിൽ അതല്ല എന്നുള്ള ചർച്ചകൾ, വിവാദങ്ങൾ അത് ഇല്ല, എനിക്ക് തോന്നുന്നില്ല സ്ക്രിപ്റ്റഡ് ആണ്. അല്ല, ഇല്ല, ഒരു തോന്നിയിട്ടില്ല. ഇല്ല. ഇത്ര 100 ക്യാമറയുടെ ഇടയ്ക്ക് ആൾക്കാർ എത്ര ഒരു ആക്ട് ചെയ്യും സ്ക്രിപ്റ്റഡ് ആണെങ്കിലും. ഈ ഇപ്പം ഇത്രയും സീസൺ കഴിഞ്ഞ് സീസൺ 6 ആയി, ഇതുവരെയുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും മോശം ആണ് ഈ വർഷത്തെ സീസൺ എന്ന് തോന്നുന്നു, പറയപ്പെടുന്നു. അനീഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് തോന്നുന്നു? ഈ വർഷത്തെ ഒരു സെലക്ഷൻ റോങ് ആയിരുന്നു, മോശമായിരുന്നു തോന്നുന്നു? ഇല്ല, നല്ല കണ്ടസ്റ്റൻസാ ആണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇത്രത്തോളം കണ്ടന്റിന് ക്ഷാമം കിട്ടുന്നെന്ന് തോന്നുന്നു? എന്തുകൊണ്ടായിരിക്കും? കണ്ടന്റ് തരുന്ന ഒരു പോസിബിലിറ്റി ഒത്തിരി ഉണ്ട്. ചില കാര്യത്തിന് അവരത് മിസ് ചെയ്യുന്നുണ്ട്, അത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റ് വൈസ് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ചോയ്സസ് ആർ ഗുഡ്. ഇപ്പൊ ഈ വർഷത്തെ സീസൺ കഴിഞ്ഞ വർഷത്തെ കാട്ടിലും ദിസ് ഇസ് ബെറ്റർ. എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ആളാണ് അനീഷ, ശരിയാണോ? ഏത് സിറ്റുവേഷനിലും? ഏത് സിറ്റുവേഷനും അതങ്ങനെ. ഇതുവരെ കൈ പൊക്കിയിട്ടില്ല ഒരു പ്രാവശ്യം. ഓ, ഞാനത് മറന്നു. അത് ഞാൻ മറന്നു. ഈ ഫ്ലോയില് പോവാൻ ഞാൻ. ആണോ? ശരിക്കും റിയാക്ട് ചെയ്യുന്ന ആളാണോ? നിഷ്പക്ഷതയാണ് കൂടുതലല്ലേ? ഈ പെട്ടെന്ന് ഇതാവാതെ എന്തൊരു സാഹചര്യത്തെയും കൂടി ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതോട് പറഞ്ഞ പോലും അങ്ങനെ ആരോട് എടുത്തൊന്നും പറയില്ല, മുഷിപ്പിക്കില്ല, അങ്ങനെയൊക്കെയാണോ? ആണ്. യെസ്. ആൻഡ് ഫൈനലി ഇനിയൊരു ബൈക്ക് കയ്യിലെടുത്ത് തന്ന് എങ്ങോട്ടെങ്കിലും എടുത്ത് പൊക്കോ എന്ന് പറയുകയാണെങ്കിൽ പോകുന്ന സ്ഥലം എവിടെയായിരിക്കും? പിന്നെയും ലഡാക്ക് പോകും. പിന്നെയും പോകും. എന്തെങ്കിലും ഐ തിങ്ക് അവിടെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം കാണണം എന്നുള്ളത് ഉണ്ട്. സോ കുറേയേറെ സിനിമകൾ സംഭവിക്കട്ടെ. ബിഗ് ബോസിൽ എന്നുള്ള രീതിയിലേക്കുള്ള അടുത്ത സീസൺ ഇതുവരെ ഇങ്ങനെ കാത്തിരുന്നോട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അടുത്ത സീസണിലും അല്ലെ വരട്ടെ. പെട്ടെന്ന് വൈൽഡ് കാർഡ് എൻട്രി വിളിച്ചു കഴിഞ്ഞാൽ പോവോ? ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റിൽ തന്നെ വരണമെന്നില്ല. അങ്ങനെ ഉണ്ട്. രണ്ടും പറയരുത്. ഒരാളും ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ 3 പറയില്ല, അത് ഓഫ് ചെയ്ത്. പക്ഷെ നമ്മുടെ ചോയ്സ് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് ഗ്രാൻഡ് ലോഞ്ചിൽ കയറണം കൂടുതലായിട്ട് താല്പര്യം. പക്ഷെ ഒരാൾക്ക് ഒരു വൈൽഡ് കാർഡ് ആയിട്ട് ശരി എന്തെങ്കിലും സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ മൂവ് പറയില്ല. ഇങ്ങനെയാണെങ്കിൽ ചാൻസിൽ പോലും പോകും ഞാൻ. പക്ഷെ മോസ്റ്റ്ലി മൈ പ്രയോറിറ്റീസ് ഫോർ ഗ്രാൻഡ് ലോഞ്ച്. സ്റ്റാർട്ട് തൊട്ട് നമ്മൾ ഐ തിങ്ക് കളിക്കുമ്പോൾ ആ ഫ്ലോയിൽ പോകുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റും എൻഡ് വരെ. അങ്ങനെ എനിക്ക് ആ ഫീലിംഗ് ഉണ്ട്. അങ്ങനെ പറയിൽ ഒരു പക്ഷെ ഇത്രത്തോളം സംസാരിച്ച, ഇത്രത്തോളം കാര്യങ്ങളെ കുറിച്ച് അധികാരമായിട്ട് സംസാരിക്കാൻ പറ്റിയൊരു അതിഥി കൂടിയായിരുന്നു അല്ലെ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിട്ടും വരും ബിഗ് ബോസിലെ ഒരു മികച്ച മത്സരാർത്ഥിയായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഇതുപോലെ ബൈക്ക് എടുത്ത് അങ്ങ് പോകാൻ പറ്റുന്ന ഒരു കിഡ്ലൺ റൈഡർ കൂടി ആവട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.